കുക്കിംഗ് സ്വാഗതം. അപ്പോൾ മച്ചന്മാരെ, ഇതേ നമ്മുടെ മുമ്പിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കൊക്കക്കോള ഉണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ മൗണ്ടൻ ഡ്യൂ ഉണ്ട്, പിന്നെ നമ്മുടെ ഫാൻഡി ഉണ്ട്. അങ്ങനെ 3 തരം സോഫ്റ്റ് ഡ്രിങ്കാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് വലിയ നമ്മുടെ കുച്ചി ഐസ്, അതായത് കോലൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനടിയിൽ വന്നൊരു കമൻ്റ് ആയിരുന്നു കൊക്കക്കോള, അതുപോലെ തന്നെ മൗണ്ടൻ ഡ്യൂ, ഫാൻഡ തുടങ്ങിയ സോഫ്റ്റ് ഡ്രിങ്ക്സ് വെച്ചിട്ട് ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്ന്. അപ്പോൾ അന്ന് തുടങ്ങി നമുക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു, നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അടിപൊളിയാവും എന്നുള്ള കാര്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാണുന്ന 3 ഡ്രിങ്ക്സ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഐസ് ഉണ്ടാക്കാനുള്ള വലിയ ഐസ് മോൾഡാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ 3 എണ്ണം ഉണ്ടാക്കുന്ന 3 ഫ്ലേവറുകളിലായിട്ട്. അപ്പോൾ ഓരോന്നിലും നമ്മൾ ഓരോ ഫ്ലേവറുകൾ നിറയ്ക്കാനായിട്ട് പോവാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ എക്സ്ട്രാ ഫ്ലേവറുകൾ ആഡ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എക്സ്ട്രാ കളർ ആഡ് ചെയ്യുന്നില്ല, ഒന്നും തന്നെ ആഡ് ചെയ്യാതെ നാച്ചുറലായിട്ട് നമ്മളുടെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐസ് ഉണ്ടാക്കി എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഫാൻഡേന്നും അല്ല, മൗണ്ടൻ ഡ്യൂന്നും അല്ല, നമ്മുടെ കൊക്കക്കോളയിലാണ് നമ്മുടെ പണി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിനൊക്കെ ഹെൽത്ത് ബെനിഫിറ്റ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അവെയർ അല്ല, നമ്മളതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. കാരണം നമ്മൾ മാർക്കറ്റിൽ കിട്ടുന്ന 3 ഡ്രിങ്ക്സ് എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ആദ്യത്തെ കൊക്കക്കോളയിൽ തന്നെ നമ്മുടെ പരിപാടി തുടങ്ങാം. അപ്പോൾ നമുക്ക് ഓരോ കൊക്കക്കോളയായിട്ട് എടുത്ത് ഒഴിച്ച് നമ്മുടെ ഫസ്റ്റത്തെ കണ്ടെയ്നർ നമുക്ക് ഫിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 1.5 ലിറ്ററിന് 2 ലിറ്ററിനാണ് 2.25 ലിറ്ററിൻ്റെ കൊക്കക്കോളയുടെ കുപ്പിയായിട്ടാ. അപ്പോൾ ഇതിന് 100 രൂപയായിട്ടാണ് വരുന്നത്. അപ്പോൾ നേരെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഫില്ല് ചെയ്യുമ്പോൾ തന്നെ പതയണം. നോക്കിയാടാ, കൊക്കക്കോള ഒഴിക്കുമ്പോഴേക്കും അതിൻ്റെ ഗ്യാസ് പതയുന്നതാണേ. ഓ, സംഭവം ഇത്തിരി കൂടി ചൂടായിട്ടിരിക്കണമെങ്കിൽ ഞാൻ തുറക്കുമ്പോൾ തന്നെ പതഞ്ഞു വരും കേട്ടോ. ഇത് പക്ഷേ നമ്മൾ കുറച്ചൊന്ന് തണുപ്പിച്ചുകൊണ്ടെന്നാണ് തുറക്കുമ്പോൾ തന്നെ പതഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടേ. ഓ, തുറക്കുമ്പോൾ സൗണ്ട് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. ചേടാ, കൊക്കക്കോള പണി വേഗം തീരാനായിട്ട് 4 കുപ്പിയൊക്കെ ആയിട്ട് ഒരുമിച്ച് വെച്ച് ഒഴിക്കുന്നേ. അപ്പോൾ അതേ നമ്മുടെ കൊക്കക്കോള ഒഴിച്ചൊഴിച്ച് നമ്മുടെ ടോപ്പ് എത്താറായിട്ടാ. നമ്മൾ ഏകദേശം കറക്റ്റ് അളവ് നോക്കിയാണ് നമ്മുടെ കൊക്കക്കോള എടുത്തായിരുന്നേ. അപ്പോൾ അതേ അവസാനത്തെ കൊക്കക്കോളനെ തണു കുറഞ്ഞിട്ടേ നമ്മളിങ്ങനെ കുടിക്കുമ്പോൾ കുളിപ്പ് തന്നെ. അങ്ങനെ അവസാനത്തെ കൊക്കക്കോള നമ്മൾ ഫില്ല് ചെയ്തത് നമ്മുടെ കൊക്കക്കോള കോലൈസിനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നോക്കി, നമ്മൾ ഇത്രയാണ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം പിന്നെ മൗണ്ടൻ ഡ്യൂവിൻ്റെ പരിപാടി തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മുടെ കൊക്കക്കോളയും പെപ്സിയൊക്കെ മാർക്കറ്റിലുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ മൗണ്ടൻ ഡ്യൂ, അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗണ്ടൻ ഡ്യൂവിന് ഭയങ്കര ഫാൻസാണ്. അപ്പോൾ നമ്മൾ മൗണ്ടൻ ഡ്യൂ ആണ് ഇനി ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഓരോ കുപ്പിയിൽ തുടങ്ങി പിന്നെ ചറവറ ഒഴിച്ചു കൊടുക്കും കേട്ടോ. നമ്മുടെ മൗണ്ടൻ ഡ്യൂവിൻ്റെ കുപ്പിയുടെ കളർ നല്ല രസമാട്ടാ, ഒരു പ്രത്യേകതരം മഞ്ഞല്ലേ, നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്നൊരു കളറാണിത്. അപ്പോൾ നമ്മുടെ മൗണ്ടൻ ഡ്യൂ ഒഴിച്ചൊഴിച്ച് നമ്മുടെ മോള് വരെ എത്തിയിട്ടത് നല്ലോണം പതഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവസാന കുപ്പി മൗണ്ടൻ ഡ്യൂ നമ്മൾ ഒഴിച്ച് ഇതേ നമ്മുടെ മൗണ്ടൻ ഡ്യൂ ഐസിനുള്ള ബാറ്റർ എന്നല്ല പറയാ, ജ്യൂസ് മിക്സ് ഇവിടെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം ഇതിന് അവസാനമായിട്ട് നമ്മുടെ ഫാൻഡിയുടെ ഒഴിക്കാനായിട്ട് പോകുന്നത് കേട്ടാ. നമ്മുടെ മറ്റേ പണ്ടത്തെ ഫാൻഡിയുടെ പരസ്യമില്ല, ഇപ്പോഴാണ് ഫാൻഡയുടെ സിഗ്നൽ കട്ടഴിക്ക അല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളായിരുന്നു ഉള്ളത്. അപ്പം നമ്മുടെ ഫാൻഡയുടെ കളർ അടിപൊളി കേട്ടാ, ഓറഞ്ച് കളർ. നമ്മുടെ ഫാൻഡ ഓരോ കുപ്പിയായിട്ട് നമ്മൾ ഒഴിക്കാൻ പോവാണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ. അടിപൊളി. അതെ, നമ്മുടെ ഫാൻഡ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. നാലെണ്ണം വെച്ചൊക്കെ ഒഴിക്കണേ ഒരേ സമയം. ഫാൻ്റെ കുപ്പികൾ ഓരോന്നോരോന്നായി ചോർന്നത് വീണുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ നമ്മുടെ ഫാൻ്റെയും ദേ നമ്മൾ പാത്രം നിറയെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ കോലൈസിനുള്ള കോല് സെറ്റ് ചെയ്യാനുള്ള നേരമായിട്ട്. അപ്പോൾ നമ്മൾ ഓരോ കോലുകളായിട്ട് എടുത്ത് നമ്മൾ ഓരോ ഡ്രിങ്കിലേക്ക് മുക്കി വെക്കുകയാണ്. ഓക്കെ, അങ്ങനെ ദേ അവസാനത്തെ കോല് വിട്ടുകൂട്ടാ. അപ്പോൾ ഇതിൽ നമ്മൾ എക്സ്ട്രാ മധുരോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് തരാൻ നമുക്ക് അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് നേരെ നമ്മൾ ഐസ് ആക്കുമ്പോൾ ഇത് നേരെ അങ്ങോട്ട് ഇരുത്തി കിട്ടിയാൽ മതി. അപ്പോൾ നമ്മുടെ 3 ഫ്ലേവറുകൾ കൊക്കക്കോള, അതുപോലെ മൗണ്ടൻ ഡ്യൂ, പിന്നെ ദേ നമ്മുടെ ഫാൻറ്റ, അങ്ങനെ 3 ഐസ് ഉണ്ടാക്കാനുള്ള ഐറ്റം നമ്മുടെ അടുത്ത് റെഡിയാണ്. അപ്പോൾ ഇനി കൊണ്ടുപോയിട്ട് ഇവനെ ഐസ് ആക്കുന്ന പരിപാടി നോക്കാം. ഐസ് ആക്കി കഴിഞ്ഞിട്ട് ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, നീണ്ട 24 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളുടെ ഐസ് കോല ഐസ് ഫ്രീസ് ആയി കിട്ടിയേക്കാണ്. അതും വെറൈറ്റി സാധനമായ കൊക്കക്കോള, ഫാൻറ്റ, നമ്മുടെ മൗണ്ടൻ ഡ്യൂ, അങ്ങനെ 3 ഫ്ലേവറുകൾ. അപ്പോൾ എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ഐസ്. ഇത് ആദ്യമായി രംഗപ്രവേശനം ചെയ്തു നമ്മുടെ സ്വന്തം കൊക്കക്കോള കോല ഐസ്. അപ്പോൾ ഈ കൊക്കക്കോള കോല ഐസിനെ നമ്മളിത് പുറത്തേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ സംഭവം അമ്പോ ദേടാ മോനെ. അപ്പോൾ ഇതാണ് നമ്മുടെ കൊക്കക്കോള കോല ഐസ്. അപ്പോൾ ഇതേ നമ്മുടെ ഫാൻറ്റ കേട്ടോ. അമ്പോ. ഇനി ഇതേ നമ്മുടെ മൗണ്ടൻ ഡ്യൂ കേട്ടോ. ഓമ്മേ, മൗണ്ടൻ ഡ്യൂ. ഓ, അതിൻ്റെ കളർ നോക്കിയേ. മൗണ്ടൻ ഡ്യൂ ഐസ് അടിപൊളി, ഒരു രക്ഷയില്ല കാണാൻ. നോക്കിയേ, കിടുക്കാച്ചി ലുക്കല്ലേ. അപ്പോൾ നമ്മുടെ താരങ്ങളെ കൊക്കക്കോള, ഫാൻറ്റ, അതുപോലെ തന്നെ മൗണ്ടൻ ഡ്യൂ 3 ഐസും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി വരെ ടേസ്റ്റ് ചെയ്ത പരിപാടിയാണ്. അപ്പോൾ മച്ചാന്മാരെ, ദേ നോക്ക്, നമ്മളുടെ കൊക്കക്കോള നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇച്ചിരി കളർ പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ. ഇതിൽ നോക്കി ചെറിയ ചെറിയ പാറ്റേണുകളൊക്കെ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു അതിൻ്റെ കാർബണേറ്റഡ് സെറ്റപ്പിൽ തന്നെ ഫ്രീസ് ആയതുകൊണ്ടാണ് തോന്നുന്നത് അതിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനെ ഞരമ്പൊക്കെ പോലെ കാണാം. അതായത് ഒരു ബബിൾ ഫോർമേഷൻ വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേ നമ്മളുടെ ഫാൻറ്റ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല, കളർ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചാൽ ഇത്തിരി കളർ കിട്ടുന്നതാണ്. പെട്ടെന്ന് അലിഞ്ഞും പോകുന്നുണ്ട്. നമ്മൾ ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ നമ്മൾ അടിച്ചതിനേക്കാളും പെട്ടെന്ന് ഇത് അലിഞ്ഞു പോകുന്നുണ്ട്. ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ടില്ല. പിന്നെ ഇവിടെ നോക്കിയാൽ എന്നെ ഞെട്ടിച്ചുകൂട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മുടെ മൗണ്ടൻ ഡ്യൂവിന് കളർ കുറവാണല്ലോ, അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് കളറൊന്നും ഉണ്ടാവില്ല, വൈറ്റ് ആയിട്ട് കിട്ടും നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഇത് നോക്കി അത്യാവശ്യം ഒരു യെല്ലോയിഷ് ഗ്രീൻ ഷെയ്ഡിൽ ഒരു തത്തമ്മ പച്ച കളറിൽ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ട ഒരു പരിപാടി ഉണ്ട് നമുക്ക്. എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മുടെ ഐസ്. അപ്പോൾ മച്ചാന്മാരെ, ദേ ഇനി നമ്മൾ ടേസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ 2 നമ്മൾ ഇത് കുത്തിയിരുത്താൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ അതിൻ്റെ കോല് ഊരിപ്പോകുന്നു. അതുകൊണ്ടാണ് നമ്മൾ കെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങിക്കോ മക്കളെ. ഐ മധുരം കുറഞ്ഞാ? തവണ പച്ചാലേ നാവോട്ടാണ് നോക്കിക്കോട്ടാ. എടാ പല്ല് പോയില്ലേ? നല്ല സോ, പക്ഷെ കടിച്ചെടുക്കാൻ നല്ല രസമുള്ള നോക്കിയടാ. എന്റെ പല്ലൊക്കെ പൊളിച്ചു. എടാ വെറുതെ ഐസ് സൗണ്ട് അവസാനം എന്ത്? എടാ വെറുതെ ചപ്പി നോക്കിയേ. അതിന്റെ ജ്യൂസ് മാത്രമായിട്ട് ഐസ് വെറുതെ കൂടാ. വെള്ളമായി പോയി. വിടത്തില്ലടി നിന്നെ ഞാൻ. ഡാടാ, നീ നിന്റെ കൊക്കക്കോളച്ചിനെ പോയി പിടിക്കടാ. എന്റെ ഫാൻറ്റത്തിന് പിടിക്കാൻ വന്നേക്കണ. ഇവിടെ എങ്ങനെയുണ്ടാ? കുഴപ്പമില്ല. എന്റെ ഫാൻറ്റച്ചി കുട്ടീനെ ഞാൻ ആർക്കും തരില്ല. എന്റെ ഫാൻറ്റച്ചീനെ നോക്കാൻ വന്നിരിക്കുന്നു. ആരുടെ എന്റെ ഫാൻറ്റച്ചീനെ നോക്കുന്നത്? കൊതി സഹിക്കാൻ പറ്റാണ്ട് ക്യാമറ വച്ചാൻ പ്രവീൺ വന്ന് ചപ്പി തുടങ്ങി ഫാൻറ്റച്ചീനെ. അയ്യോ, മൗണ്ടിച്ചി. പീസറട്ടെ നിന്ന് പീസറട്ടെ. ഓ നടു
തൊളവിനടാ. എന്നാട് ഫാൻഡിച്ചിനെ കഴിക്കി. കോളച്ചിട്ട് ഒരു പീസ് എടുത്തല്ല. കൊക്കക്കോള അതിന്റെ പാറ്റേൺ നോക്കിയാടാ. ഇതേടാ ക്രിസ്റ്റൽ ആയിട്ടിരിക്കണ്. ചപ്പി നോക്കി. കണ്ണാക്കി കയറി പോയി. പിടിക്കവനെ ഐസ് പോണ്ട് നോക്കണം. വീട്ടിൽ കുളിക്കണല്ലേ, കുളിച്ചായിരുന്നു മര്യാദക്ക്. ചപ്പിക്കോ മറ്റേ തേന്റെ അടയ്ക്ക് എടുക്കൂലേ? ശരിക്കും തേനട പോലെ അല്ലേ? അപ്പോൾ മച്ചാന്മാരെ ഇന്നത്തെ നമ്മളുടെ കോളേജ് വീഡിയോ അവസാനിപ്പിക്കാനുള്ള നേരമായിക്കാണ്. അപ്പോൾ നമ്മളുടെ കൊക്കക്കോള, ഫാൻഡ, അതുപോലെ തന്നെ മൗണ്ടൻ ഡ്യൂ ഐസുകളാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാന്മാരെ ഇതിലുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിൽ ക്യാമറ മച്ചാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജോ ജോസഫ് സൈനിങ് ഔട്ട്.